രാവിലെ തൊട്ടുള്ള ഓട്ടത്തിലായിരുന്നു ഞാൻ. നാളെ പാറിൻ്റെ വീട്ടിലേക്ക് പോലെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് പലഹാരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നു. ഒരു പഴക്കൊരയുണ്ട്, പിന്നെ കുറച്ച് നെയ്യപ്പം അവിടെ വേറെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓടി 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 തോറ്റ് മനുഷ്യൻ. പിന്നെ തയ്ച്ചു കൊണ്ടുവന്ന സാരിയും ബ്ലൗസും ഒന്ന് തേക്കണം. ഇതെൻ്റെയാണ് കേട്ടോ. ഇത് ചേച്ചിരി, ഇതെൻ്റെ, ഇത് ചേച്ചിരി. അവള് രാവിലെ എത്തുള്ളൂ, ഇന്ന് വരാമെന്ന് പറഞ്ഞതാ. പക്ഷേ താഴെയുള്ള ആങ്ങളുടെ നാത്തൂൻ്റെ അമ്മ അവള് നാളെ സൗദിക്ക് പോവുക. സൗദിയാന്ന് തോന്നുന്നു, പുറത്തേക്ക് പോവാം. മോൻ അവിടെ ഉണ്ട്. അന്നേരം നാത്തൂൻ യാത്ര ചെയ്യാൻ വേണ്ടി പോകേണ്ടതാണ്. പക്ഷേ നാളെ നമ്മുടെ കൂടെ പോരേണ്ടതായതുകൊണ്ട് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകുക. ആങ്ങളെയും നാത്തൂനും 2 മക്കളും കൂടെ കൂടിയിട്ട്. അപ്പോൾ വീട്ടിൽ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ. അന്നേരം ചേച്ചി അച്ഛൻ്റെ കൂടെ ഇരിക്കുക, ചോറൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതൊക്കെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. നാളെ രാവിലെ എല്ലാവരും വണ്ടിയിലുണ്ടാവും. അങ്ങനെ ഓരോ ചടങ്ങുകളായിട്ട് നടക്കുമ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കഷ്ടപ്പാടുകളും. ഒരു എത്രയെങ്ങാണ്ട് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കുന്നംകുളത്തേക്ക്. അത് എത്രയാന്ന് പറഞ്ഞതും മറന്നു. എങ്ങാണ്ടൊരു 5000 രൂപ അടുത്ത് വണ്ടി വാടക വരും. ഇവിടുന്ന് ഞാൻ, പിന്നെ മോള്, കുടുംബം, 2 ആങ്ങളമാർ, ചേച്ചി, ആങ്ങളമാരിൽ അവരുടെ കുടുംബം കൂടി ഉണ്ടാവും. എല്ലാവരും കയറുന്ന ഒരു വണ്ടിയാണ് പറഞ്ഞേൽപ്പിച്ചേക്കണത്. പിന്നെ ഈ പലഹാരങ്ങൾക്കായി നല്ലൊരു പൈസ. അങ്ങനെ നാളെ ഇപ്പോൾ യാത്ര, അവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ പകർത്തണം. അവിടെ അടുത്തൊരു ഓഡിറ്റോറിയം പോലത്തെ ഒരു ഹാളാണ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തൊട്ട് ചേർന്നിട്ടാണ്, ആ വീടിന് തൊട്ട് ചേർന്നിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. രാവിലെ ഒരു 7:30 കൂടി നമ്മളിവിടുന്ന് പോകും. പിന്നെ 12 മണിക്കുള്ളിൽ അവിടുന്ന് ഇറങ്ങണമെന്നുണ്ട്. അതുകൊണ്ടാണ് നാത്തൂനും ചേച്ചിക്കും എല്ലാവർക്കും കൂടി ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പറ്റണത്. അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും വേണം. ആങ്ങള ഓട്ടോറിക്ഷ ഓടിക്കുന്നതായതുകൊണ്ട് അവൻ ഇങ്ങനെ വട്ടം കറങ്ങി എപ്പോഴും അച്ഛൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ ചേച്ചിക്ക് തൊഴിലുറപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. കാരണം ആങ്ങളെ ഉണ്ടാവും, ഓടി ഓടി വരും അവൻ വീട്ടിലേക്ക്, അച്ഛൻ്റെ അടുത്തേക്ക്. ഇതിപ്പോൾ എല്ലാവരും കൂടെ വീട്ടിൽ നിന്ന് പോവല്ലേ. ഉച്ചയ്ക്ക് 12 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയാൽ എന്തായാലും ഒരു 2 മണിക്കുള്ളിൽ ഇവിടെ എത്തും. അച്ഛന് യാത്ര പറ്റില്ല, അത്രയ്ക്കും പ്രായാധിക്യം ബാധിച്ചു. ഇന്ന് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ തീർച്ചയായിട്ടും ഞാൻ വരുന്നതായിരിക്കും. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, കാരണം പ്രധാനപ്പെട്ട ഒരാൾ ഞാനായത് കാരണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ബുദ്ധിമുട്ടായിരിക്കും. ആരെങ്കിലുമൊക്കെ പിടിച്ച് തന്നാൽ അത് തീർച്ചയായിട്ടും പങ്കുവയ്ക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ കാണാം.